ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് ഞങ്ങളുടെ അടുക്കള തോട്ടത്തിലെ പൊന്നാങ്കണ്ണി ചീരയാണിത് കേട്ടോ. അത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. യൂട്യൂബിലൊക്കെ തരംഗമായിരുന്നു 2 മാസം മുമ്പൊക്കെ. എവിടെ നോക്കിയാലും പൊന്നാങ്കണ്ണി ചീരയുടെ ഇങ്ങനെ വീഡിയോസായിരുന്നു. അപ്പോൾ ഇത് ഒരു തണ്ട് നമുക്ക് കിട്ടിയതാണ്. തമിഴ്നാട്ടിൽ നിന്നും ഒരു തണ്ട് എൻ്റെ സിസ്റ്ററിന് ഒരാൾ കൊണ്ടു കൊടുത്തതാണ്. കുറച്ച് അതിൽ നിന്ന് ഒരു ചെറിയ തണ്ടെടുത്ത് കുഴിച്ച് വെച്ചതാണ്. ഇത്രയും നമ്മൾ പെട്ടെന്ന് അങ്ങ് കിളിച്ച് വരും. അപ്പോൾ അതിന് വലിയ വില, 1 കിലോയ്ക്ക് 1000 രൂപയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. കണ്ണിനായാലും നമുക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരുപാട് അസുഖത്തിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു തണ്ട് വെച്ചതാണ്. ഇതിപ്പോൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമ്മൾ നല്ല ഇല ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് തോരൻ വയ്ക്കുന്നതിനാണ് കാണിച്ചത്. നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇതിൽ ചെറിയ തണ്ടൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. മുറ്റാത്ത തണ്ടൊക്കെ നമ്മുടെ മറ്റേ ചീര ചെയ്യുന്ന പോലെ തന്നെ ഈ മുറ്റിയ തണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി അരപ്പ് തയ്യാറാക്കാൻ ഒരു തേങ്ങയുടെ പകുതി ചിരകിയതും, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കൊച്ചുള്ളിയും, നമ്മൾ സാധാ തോരനൊക്കെ ചേർക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. കുറച്ച് ചെറുജീരകവും കൂടി. അപ്പം നമ്മളിത് എല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടിത്തുടങ്ങി. ഇതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു 2 പച്ചമുളകും കൂടെ ഒക്കെ ചേർക്കാം. പക്ഷേ തോരൻ അങ്ങനെ ഒരുപാട് എരിവ് വേണ്ടല്ലോ, അതുകൊണ്ട് 2 പച്ചമുളക് എടുത്തത്. അപ്പോൾ നമുക്കിതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും ചീരത്തോരൻ വയ്ക്കുമ്പോൾ ഉപ്പ് കൂടുതലായിരിക്കും. കാരണം നമ്മൾ ചീര നോക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി കാണും, അതനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർക്കും. പക്ഷേ ചീര വാടി കഴിയുമ്പോൾ കുറച്ചെല്ല കാണത്തുള്ളൂ. അപ്പോൾ അതാണ് ഉപ്പ് കൂടി നിൽക്കാൻ കാരണം. പിന്നീടാണ് അത് മനസ്സിലായത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മുടെ ചീര കട്ട് ചെയ്തെല്ലാം കൂടെ ഇതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ചെറിയ തണ്ട് വെച്ചാൽ മതി. ഒരു കവറിലൊക്കെ വെച്ചാൽ കുറച്ച് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ലതുപോലെ അത് കിളിച്ച് വരും. അപ്പോൾ അതിന് ശേഷം നമുക്കത് ചെറിയ തണ്ട് ഇങ്ങനെ മണ്ണിൽ കുത്തി വെച്ചാൽ 1 മാസം കൊണ്ടത് നല്ലതുപോലെ കിളിച്ച് നമുക്ക് ഒരു ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് തോരൻ വയ്ക്കാൻ ഈ ഇല നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മറ്റുള്ള ചീരകളെക്കാട്ടി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അത് നമുക്ക് ഈ തോരൻ വയ്ക്കാതെ വേണമെങ്കിൽ പരിപ്പും തക്കാളിയൊക്കെ ഇട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ മുട്ടയൊക്കെ ഇട്ട് മാത്രം ചിക്കിയെടുക്കാം. അപ്പം നമ്മുടെ തോരൻ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ചീരയ്ക്കൊന്നും ഒരുപാട് വേഗമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പം നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് വേണമെങ്കിൽ തോരനായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്കിതിൽ മുട്ടയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പം ഞാനൊരു 3 മുട്ടയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. 3 മുട്ടയില്ല, 2 മുട്ട. 2 മുട്ടയോ 3 മുട്ട എത്ര വേണമെങ്കിലും ചേർക്കാം. അപ്പം മുട്ടയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ തോരൻ. അപ്പം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു മുട്ടയുടെയൊക്കെ ഒരു മണമൊക്കെ ഒന്ന് മാറി കിട്ടണം. മുട്ടയൊന്ന് വെന്തും കിട്ടണമല്ലോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കി എല്ലാം കൂടെ ഒന്ന് അടിയിലൊന്നും പിടിക്കാതെ ഒന്ന് ഇളക്കിയെടുക്കാം.
ഇപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. ഇപ്പോൾ പൊന്നാങ്കണ്ണി ചീരയൊക്കെ നിങ്ങളുടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചിരിയൊക്കെ വെച്ച് പിടിപ്പിക്കുക. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാലും ഞാൻ തരുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു ചീരയാണ്. എല്ലാ വീട്ടിലും ഇതൊരെണ്ണം വെച്ച് പിടിപ്പിക്കുക, നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.